വാർത്തകളിലേക്ക്. ആലപ്പുഴ ചേർത്തലയിൽ അമ്മയും ആൺ സുഹൃത്തും ചേർന്ന് കൊന്നു കുഴിച്ചുമൂടിയ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി. കുഞ്ഞിന്റെ അമ്മ ആശയുടെ സുഹൃത്തായ രതീഷിന്റെ വീട്ടിലാണ് മൃതദേഹം കുഴിച്ചുമൂടിയത്. കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം കുഴിച്ചുമൂടിയെന്നാണ് പ്രതികളുടെ മൊഴി. വിഷ്ണു പ്രകാശ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, ആദ്യം കുഞ്ഞിനെ കൈമാറി എന്നാണ് പറഞ്ഞിരുന്നത്, പക്ഷേ അതല്ല, കൊലപാതകമാണ് എന്ന് പിന്നീട് തെളിഞ്ഞു. എന്താണ് ഉണ്ടായതെന്നാണ് പോലീസ് പറയുന്നത്? പൂജ, ആദ്യം മണിക്കൂറുകളിൽ നമുക്കെല്ലാം ലഭ്യമായിരുന്നത് ഈ കുഞ്ഞിനെ യുവതി പ്രസവിച്ച ശേഷം കുട്ടികളില്ലാത്ത മറ്റൊരു ദമ്പതികൾക്ക് വിറ്റു എന്നുള്ള തരത്തിലായിരുന്നു. ഈ കേസിൽ ഏറ്റവും നിർണായകമായത് ചേർത്തല ഭാഗത്തുള്ള യുവതി താമസിക്കുന്ന പ്രദേശത്തുള്ള ആശാവർക്കറുടെ ഒരു ഇടപെടലാണ്. കാരണം ഈ കുഞ്ഞ് ജനിച്ച വിവരം ആശാവർക്കറാണ് അറിയുന്നത്. ഇത് അന്വേഷിച്ച് ആശാവർക്കർ ഈ യുവതിയുടെ വീട്ടിലെത്തുമ്പോൾ യുവതി പറയുന്നത് ഈ കുഞ്ഞ് അവർക്ക് കുട്ടികളില്ലാത്ത മറ്റൊരു ദമ്പതികൾക്ക് വിറ്റു, തൃപ്പൂണിത്തുറയിലുള്ള ദമ്പതികൾക്ക് വിറ്റു എന്നുള്ളതാണ്. അപ്പോൾ ഈ കുഞ്ഞിനെ പണം കൊടുത്ത് പണത്തിനായി വിറ്റു എന്നുള്ള ഒരു കാരണത്തിലാണ് ആദ്യം അന്വേഷണം ആരംഭിക്കുന്നത് ചേർത്തല പോലീസ്. പിന്നീട് നടത്തിയ അന്വേഷണങ്ങളിൽ ഈ തൃപ്പൂണിത്തുറയിൽ ഇങ്ങനൊരു ദമ്പതികളില്ല എന്ന് ചേർത്തല പോലീസ് കണ്ടെത്തുകയും പിന്നീട് വിശദമായി നടത്തിയ ചോദ്യം ചെയ്യലിലാണ് മറ്റു വിവരങ്ങൾ പുറത്തറിയുന്നത്. അതായത് ഈ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ള വിവരം പുറത്തോട്ട് വരുന്നത്. സംഭവം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പോലീസ് പറയുന്നത് ഈ യുവതിക്ക് മറ്റൊരു ആൺസുഹൃത്തുമായി ബന്ധമുണ്ടായിരുന്നു. ഇവർ തമ്മിലുള്ള ബന്ധത്തിലാണ് ഈ മൂന്നാമത്തെ കുഞ്ഞ്, അതായത് ഈ ആൺകുഞ്ഞ് ഒരു ആഴ്ചക്ക് മുൻപ് ചേർത്തലയിൽ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ജനിക്കുന്നത്. ഇതിനുശേഷം ഇവർ ശനിയാഴ്ചയാണ് ഈ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആവുന്നത്. വീണ്ടും വീട്ടിലോട്ട് എത്തുകയായിരുന്നു. പിന്നീടാണ് ഈ യുവതി വീട്ടിലോട്ട് വരുന്നത്. ഇപ്പോൾ പോലീസ് പറയുന്നത് ഈ ആൺസുഹൃത്തുമായിട്ടുള്ള ബന്ധം പുറത്ത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇത്തരത്തിൽ ഒരു കുഞ്ഞുണ്ടായ വിവരം പുറത്തറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ നവജാത ശിശുവിനെ കൊലപ്പെടുത്തുകയായിരുന്നു, ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് യുവതിയും ഈ പറയുന്ന സുഹൃത്തായ രതീഷ് എന്ന ആളും പറയുന്നത്. രതീഷിന്റെ വീട്ടിലായിരുന്നു ഈ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത്. ഈ കുഞ്ഞിന്റെ മൃതദേഹം ആദ്യം രതീഷ് വീടിന് പുറത്തുള്ള ഒരു പുറത്തായിരുന്നു കുഴിച്ചിട്ടതെങ്കിലും പിന്നീട് യുവതി ഇങ്ങനെ ഈ കുട്ടികളില്ലാത്ത ഒരു ദമ്പതിക്ക് കൊടുത്തതായുള്ള വാർത്ത പുറത്തു വന്നതോടെ, അങ്ങനെ ഒരു മൊഴി നൽകിയതോടെ രതീഷ് ഈ മൃതദേഹം പുറത്തുനിന്ന് എടുത്ത് പിന്നീട് അത് കുളിമുറിയിലേക്ക് മാറ്റുകയായിരുന്നു. പിന്നീട് പോലീസ് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിൽ ഇതെല്ലാം സമ്മതിക്കുകയും പിന്നെ പോലീസ് തന്നെ നേരിട്ടെത്തി വൈകിട്ടോടെ, ഇന്ന് രാത്രിയോടെ ഈ രതീഷിൻ്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കുട്ടിയുടെ മൃതദേഹം പോലീസ് ഈ രതീഷിൻ്റെ വീട്ടിൽ നിന്നും കണ്ടെടുക്കുകയായിരുന്നു. പൂജ.